നമസ്സർവേഭ്യഃ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കഠിനമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്വം മുന്നിൽ വന്നു നിൽക്കുമ്പോൾ നമ്മൾ ഭയപ്പെടാറില്ലേ? ആ കടമകളിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൽ അർജുനനും ഇതേ മാനസികാവസ്ഥയിലായിരുന്നു. തന്റെ മുന്നിലുള്ള യുദ്ധത്തെ ഭയന്ന് പിന്തിരിയാൻ നോക്കിയ അർജുനനോട് കൃഷ്ണൻ പറയുന്നത് കേവലം തത്വചിന്തകളല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ആവശ്യമായ വലിയ പാഠങ്ങളാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗീതയിലെ അതീവ പ്രധാനമായ 30 മുതൽ 33 വരെയുള്ള 4 ശ്ലോകങ്ങളാണ്. എന്താണ് നമ്മുടെ യഥാർത്ഥ അസ്തിത്വം? നമ്മുടെ കടമകളിൽ നിന്ന് ഒളിച്ചോടിയാൽ സംഭവിക്കുന്ന ദോഷം എന്താണ്? ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് ഒരു ഭാഗ്യമായി കാണേണ്ടത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃഷ്ണൻ നൽകുന്ന മറുപടിയിലൂടെ നമുക്കിന്ന് കടന്നു പോകാം. നിങ്ങളുടെ ജീവിതത്തിലെ ഭയത്തെ മാറ്റാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് തീർച്ച. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. വരികളുടെ അർത്ഥം നോക്കാം. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത. ഭാരത, ഭരതവംശജനായ അർജുന, സർവസ്യ എല്ലാവരുടെയും, ദേഹേ ശരീരത്തിൽ, അയം ഇവൻ, ദേഹി ആത്മാവ്, നിത്യം എപ്പോഴും, അവധ്യഃ കൊല്ലപ്പെടാൻ കഴിയാത്തവനാകുന്നു. തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. തസ്മാത് അതുകൊണ്ട്, സർവാണി എല്ലാ, ഭൂതാനി ജീവജാലങ്ങളെയും കുറിച്ച്, ന പാടില്ല, ത്വം നീ, ശോചിതും ദുഃഖിക്കാൻ, അർഹസി യോഗ്യനാകുന്നു. ഹേ അർജുന, എല്ലാവരുടെയും ശരീരത്തിൽ വസിക്കുന്ന ഈ ആത്മാവ് എന്നും വധിക്കപ്പെടാൻ കഴിയാത്തവനാണ്. അതിനാൽ ഒരു ജീവിയെ കുറിച്ചും നീ ദുഃഖിക്കേണ്ടതില്ല. അടുത്ത ശ്ലോകം കേൾക്കാം. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി. ധർമ്മ്യാധിയുദ്ധാശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി. ധർമ്മ്യാധിയുദ്ധാശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി. സ്വധർമ്മം സ്വന്തം കടമയെ, അപിച കൂടി, ആവേക്ഷ്യ കണക്കിലെടുക്കുമ്പോൾ, ന വികമ്പിതും ഭയപ്പെടാനോ മടിക്കാനോ, അർഹസി യോഗ്യനാകുന്നു. ധർമ്മ്യാധി യുദ്ധാശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. ഹി എന്തുകൊണ്ടെന്നാൽ, ധർമ്മ്യാത് ധർമ്മനിഷ്ഠമായ, യുദ്ധാത് യുദ്ധത്തെക്കാൾ, അന്യത് മറ്റൊന്ന്, ശ്രേയഃ ശ്രേഷ്ഠമായത്, ക്ഷത്രിയസ്യ ഒരു ക്ഷത്രിയന്, ന വിദ്യതേ നിലവിലില്ല. ഹേ അർജുന, നിന്റെ സ്വന്തം ധർമ്മത്തെ, അതായത് ക്ഷത്രിയ ധർമ്മം കണക്കിലെടുത്താൽ പോലും നീ ഇപ്രകാരം ഭയപ്പെടാനോ മടിക്കാനോ പാടില്ല. കാരണം ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധത്തെക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല. അടുത്ത ശ്ലോകം കേൾക്കാം. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തെ യുദ്ധമീദൃശം. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തെ യുദ്ധമീദൃശം. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തെ യുദ്ധമീദൃശം.
പാർത്ഥ അർജുന യദൃച്ഛയ യാദൃച്ഛികമായി ഉപപന്നം വന്നു ചേർന്ന അപാവൃതം തുറക്കപ്പെട്ട സ്വർഗദ്വാരം സ്വർഗവാതിൽ ചാവും ഈ ദൃശ്യം ഇങ്ങനെയുള്ള യുദ്ധം സുഖിനഹ ഭാഗ്യവാന്മാരായ ക്ഷത്രിയാഹ ക്ഷത്രിയർ ലഭന്തേ ലഭിക്കുന്നു. ഹേ അർജുന, യാദൃച്ഛികമായി വന്നു ചേർന്നതും തുറന്നു കിടക്കുന്നതുമായ സ്വർഗവാതിൽ പോലെയാണ് ഈ യുദ്ധം. ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ. അടുത്ത ശ്ലോകം കേൾക്കാം. അധച്ഛേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അധച്ഛേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി. അഥ ചേത് ഇനി ഒരു പക്ഷേ ത്വം നീ ഇമം ഈ ധർമ്മ്യം ധർമ്മനിഷ്ഠമായ സംഗ്രാമം യുദ്ധം ന കരിഷ്യസി ചെയ്യുന്നില്ല എങ്കിൽ തതഃ സ്വധർമ്മം കീർത്തിഞ്ച ഹിത്വാ പാപമവാപ്സ്യസി. തതഃ അപ്പോൾ സ്വധർമ്മം സ്വന്തം കടമയെയും കീർത്തിഞ്ച കീർത്തിയെയും ഹിത്വാ ഉപേക്ഷിച്ചിട്ട് പാപത്തെ അവാപ്സ്യസി അനുഭവിക്കും. എന്നാൽ ധർമ്മനിഷ്ഠമായ ഈ യുദ്ധം നീ ചെയ്യുന്നില്ല എങ്കിൽ നിന്റെ സ്വധർമ്മവും കീർത്തിയും നഷ്ടപ്പെടുത്തി നീ പാപത്തെ വരിക്കേണ്ടി വരും. ജീവിതപാഠം. മരണമില്ലാത്ത ആത്മചൈതന്യത്തെ ഓർത്ത് ധൈര്യം സംഭരിക്കുക. ജീവിതം നൽകുന്ന ഉത്തരവാദിത്തങ്ങളെ ഭാഗ്യമായി കരുതി ഏറ്റെടുക്കുക. കാരണം സ്വന്തം ധർമ്മത്തിൽ നിന്നുള്ള പിന്മാറ്റം പാപവും അപമാനവുമാണ്. ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാം. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി. ധർമ്മ്യാധിയുദ്ധാത് ശ്രേയോന്യത ക്ഷത്രിയസ്യ ന വിദ്യത്തെ. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തെ യുദ്ധമീദൃശം. അധച്ഛേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. മരണമില്ലാത്ത ആത്മചൈതന്യത്തെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ ജ്ഞാനിയാകുന്നില്ല. മറിച്ച് തന്റെ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ ഭയമില്ലാതെ നിറവേറ്റുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ധീരനാകുന്നത്. ഈ 4 ശ്ലോകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഏതൊരു പ്രതിസന്ധിയെയും നിങ്ങൾക്ക് പുഞ്ചിരിയോടെ നേരിടാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത ഭാഗത്തിൽ ശത്രുക്കളുടെ പരിഹാസത്തെക്കുറിച്ച് കൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ധന്യവാദ. ഹരേ കൃഷ്ണ.